അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോടി വന്നു കൽവിളക്കുകൾ. തമിഴ്നാട് ഫാൻസ് അതാണ് കൂടുതല്, അതാ കൂടുതല്. അത് എല്ലാരും എക്സ്പ്രഷൻ ക്വീൻസ് ആണ്. അല്ല ഇനി ഇവര് വന്നില്ല, ആരെങ്കിലും ഒരാൾ മടിച്ചു കിടക്കാന്ന് ഞാൻ പറയാം. കുറച്ച് പീഡനം ഞങ്ങൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പറയും. വരുമ്പോഴേക്കും ഒക്കെ ഭയങ്കര ഓർമ്മശക്തിയോ ഭ്രാന്ത്. കല്യാണം കഴിയാത്തൊരു മുന്നിലേക്ക് ഇരിക്കാം അല്ലെ, സിംഗിളായൊരു മുന്നിലേക്ക് ഇരിക്കാം. സിംഗിളാ? എല്ലാരും സിംഗിളാ? ഞാൻ സിംഗിളാട്ടോ. മാറങ്ങോട്ട് കൈവറ്റി വിടങ്ങോട്ട്. നീ ഇങ്ങിരുന്ന് എന്നെ എങ്ങോട്ടും പോകും. ഇന്നയ്ക്ക് അഷ്ടമി കുന്ന് രക്തത്തെ കുടിച്ച് ഓംകാരം നടനമാടിടുവേ. മീരമേക്കർ സിംഗിളോ? എനിക്ക് നാണുണ്ട്. അല്ല എനിക്ക് നാണല്ല, അവർക്ക് നാണുണ്ട്. സോറി മാറിപ്പോയി. അവർക്ക് ആദ്യം നാണുണ്ടായിരുന്നു, പൊട്ടും നാണല്ല. ഞാൻ രേഷ്മനെ കളിക്കുമ്പോ ഇവളിങ്ങനെയാ ബാക്കിൽ പാവ രേഷ്മ. Let's start. MCR. Let your style do the talking. MCR. ഹായ് ഹലോ, എല്ലാവർക്കും മാറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറെ സുന്ദരി കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ഇവൻ പറയട്ടെ. ഇവന്റെ റെഡിയായി സെറ്റായിട്ട് വന്നിരിക്കുക. കൊടുക്കടാ ഇൻട്രോ. ചുണക്കുട്ടികളായ മച്ചാനും പിള്ളേരും. എന്തായാലും എല്ലാവരെയും വിശേഷങ്ങള്? റീലും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു, അടിപൊളിയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടാം. എന്റെ പേര് കൃഷ്ണേന്ദു, വീട് മലപ്പുറത്ത്. ദേവിക ട്രിവാൻഡ്രം. അനുഷ മലപ്പുറം. ടിജി ചാലക്കുടി. രേഷ്മ തൃശ്ശൂർ. സൂര്യനന്ദന വയനാട്. മറ്റേ സബ്നെയിമും കൂടെ അടിച്ചേക്ക്. വയനാട്. അനാമിക കോഴിക്കോട്. മീര തൃശ്ശൂർ. എന്താ ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? നമ്മൾ ഈ ഒരു റീൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2019 കാലഘട്ടത്തിലല്ലേ നിങ്ങൾ പരിപാടി പ്ലാൻ ചെയ്തത്? ഫേമസ് ആണ്, ഒന്ന് അറിയപ്പെടണം, ആരുമായി വേണം. അതെന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മള് എന്താ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ ടിക്ടോക്ക് ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തു. അപ്പൊ അത് അത്യാവശ്യം ടിക്ടോക്കിൽ റീച്ചായി. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ റീൽസ് ഒക്കെ എടുത്തു. അപ്പൊ വിചാരിച്ചു നമ്മുടെ കോളേജിലെങ്കിലും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ടീമായി നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോട്ടെ, കോളേജിലുള്ള ആൾക്കാരെങ്കിലും അറിയട്ടെ വിചാരിച്ചു. ഗ്രൂപ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ എന്നാ ഞങ്ങള് തുടങ്ങി വെക്കാം, അങ്ങനെയായി. അപ്പൊ അങ്ങനെ തുടങ്ങി. അപ്പൊ പിന്നെ എന്താ അത്യാവശ്യം കോളേജിലൊക്കെ പിള്ളേരൊക്കെ സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ ഇങ്ങനെ എല്ലാരും സംസാരിച്ചു തുടങ്ങി. എനർജി കിട്ടി, ആ എനർജി കീപ്പ് ചെയ്ത് പോയി ഇപ്പൊ ഏകദേശം എല്ലാരും അറിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഇത്രയും വർഷമേ ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആരാണ്? ഇതിന്റെ മച്ചാൻ തന്നെയാണോ ഇത് എല്ലാം? അതെ അതെ, മച്ചാൻ തന്നെയാണ്. ഇവര് പറഞ്ഞോട്ട് മച്ചാൻ തന്നെയാണ്. ഇവിടെ വന്നപ്പോ തന്നെ അതെ അതെ, എല്ലാത്തിനും എന്ത് ചോദിച്ചാലും മച്ചാനെ പേടിയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെയാണ്. ആയിരിക്കും അവിടെ ഞങ്ങൾ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇവിടെ വിളിക്കുമ്പോ ഞങ്ങൾ ഞെട്ടും. അത് എല്ലാരും ആ ഒരു കണക്ഷൻ ഉണ്ടല്ലേ തമ്മിൽ, അങ്ങനെ ഈഗോ ഇല്ല എല്ലാം. ആ ഒരു അതുകൊണ്ടാണ് ഇത്രയും നാളെ ഈ ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് നീണ്ടു. ഭയങ്കര അതിനൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ കൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് ഭയങ്കര വലിയ കാര്യമാണ്. എനിക്കല്ലേ കഷ്ടപ്പാട്. ഒരു മാസം ആയുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ഉള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവുമല്ലോ പരസ്പരം. അതാ ഞാൻ ചോദിക്കാൻ തന്നെ. ആദ്യം ഉണ്ടായിരുന്ന ഇംപ്രഷൻ തന്നെയാണോ ഇപ്പോഴും, അതോ എന്തെങ്കിലും മാറ്റം?
എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ കാണല്ലോ ഇവിടെ. ആർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എല്ലാരും ഇങ്ങനെ തന്നെയായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇതുണ്ടാവൂല്ലോ നമുക്ക് ഇങ്ങനെ ആ ഒരു സംസാരിക്കാൻ. അതെ. പിന്നെ മച്ചാൻ ഓൾറെഡി ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. സോ എല്ലാവരുടെ അടുത്തും പോയി കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. കൂടുതൽ ഐഡിയാസ് ഒക്കെ ആരാ കൊണ്ടുവരുന്നേ? ഇന്ന പാട്ടിനെ ഇതുപോലെ ഒരു ഇത് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ. കൃഷ്ണ കൊണ്ടും ഉണ്ടാപ്പി പറഞ്ഞപ്പോഴാ ഈ ഒരാൾക്ക് മാത്രം ഇങ്ങനെ പേരുള്ളൂ, അത് നമ്മൾ ഇരട്ട പേര് ചെല്ലപ്പേരെന്നൊക്കെ പറയുന്നത്. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ? അല്ല, ഉണ്ടാപ്പിക്ക് ഉണ്ടാപ്പി ഇവളെ, പിന്നെ അച്ഛന്റെ പേര് അതെനിക്ക് ബഹുമാനം കൊണ്ടാണോ അച്ഛാ ക്ഷമിക്കണം. അവളെ വിളിക്കാറ്. പിന്നെ ഇവളെ സണ്ണിന്ന് വിളിക്കാറുണ്ട്. കടവുളെ അതെന്താ? ഒരു ഡാൻസ് കളിച്ചിരുന്നു. ഞാൻ പറയാം, ഫ്രഷേഴ്സ് ഡേക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ ചേച്ചി സീനിയേഴ്സ് ഇങ്ങനെ പണി തന്നപ്പോ ഞാനിങ്ങനെ ഹോസ്റ്റലിലൊക്കെ കയറുമ്പോ ഇങ്ങനെ സാധനം ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ഇടുമ്പോ ചേച്ചിമാരത് നോട്ട് ചെയ്തിണ്ടാവായിരിക്കണം. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു 7 മലപ്പൂഞ്ചോല കളിക്കാൻ. ഞാൻ എന്റെ കഴിവ് മൊത്തം ഞാൻ എടുത്തു. പിന്നെ എന്നെ സണ്ണിന്ന് വിളിക്കാം. സണ്ണിലിയോന്ന് വിളിക്കുമ്പോ വലിപ്പുണ്ടല്ലോ. സണ്ണിന്ന് വിളിച്ചേ, ഞാൻ കേട്ട സംഗീന്ന്. പിന്നെ മെമൂന്ന് വിളിക്കാറുണ്ട് ഇടക്ക്. മെമൂന്ന് വിളിക്കും ഇവളെ. മെമു അതെന്താ? അതെന്താ വെച്ചാല് ക്ലാസ്സില് 3:30 വരെയാണ് എനിക്ക് ക്ലാസ് ടൈം. 2-2:30 ആകുമ്പോഴത്തേക്ക് ഇവള് ബാഗൊക്കെ തൂക്കി മെല്ലെ മെല്ലെ ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ ഇല്ല പോണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. മെമു ഉണ്ടല്ലോ 3:25 അപ്പൊ അതിനൊക്കെ പോണം. അത് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ സാർ എനിക്ക് പോണായിരുന്നു. ക്ലാസ്സിൽ തുറമ്പോ സാർ എനിക്ക് മെമു ഉണ്ട്. എക്സ്പ്രഷൻ ഒന്നും പറയില്ല, അവള് ഭയങ്കര സ്ട്രിക്റ്റാ. വിടും സാറ് വിടും. ഓട് മച്ചാൻ കണ്ടിന്യൂ. അടുത്താള് അൻഷാൻ തന്നെ വിളിക്കുള്ളൂ. അനുന്ന് വിളിക്കും ഞങ്ങള്. പിന്നെ ദേവുടെ കൃഷ്ണന്ന് വിളിക്കുന്ന പ്രത്യേകിച്ച് അങ്ങനെ അവളങ്ങനെ വിളിക്കാറില്ല. വേറെ പുറത്തു പറയാൻ പറ്റപ്പെടാത്ത മച്ചാനോ മച്ചാൻ ആരെ മച്ചാനെന്ന് വിളിച്ചേ? മച്ചാൻ പേര് അത് ഇവര് വേറൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ട് ഇങ്ങനെ മച്ചാനെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ കേട്ടിട്ട് അങ്ങനെ വിളിക്കാൻ തുടങ്ങി മച്ചാനെന്ന്. ഇപ്പോഴും അങ്ങനെ സൂര്യനന്ദനെന്ന് വിളിച്ച അവള് കിട്ടും. ഇഷ്ടല്ല. ഞാന് മാറ്റി ഗസറ്റിൽ കൊടുത്ത് പേര് മച്ചാനാക്കാൻ പോവാ. പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഭയങ്കരമായിട്ടില്ല. സെൽഫി ഒക്കെ എടുക്കാൻ പറ്റും. അല്ല, അവര് വന്നിങ്ങനെ പറയും ഇങ്ങനെ അതേ കുട്ടി നമ്മളവിടെ കണ്ടല്ലേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയും. അവിടെ എന്താ മിണ്ടാത്ത എന്നോട് ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. എന്ത് പറയുന്നത്? ഇങ്ങനെ ചോദിക്കാറുണ്ട്, മച്ചാനും പിള്ളേരുള്ളതല്ലേന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താ പറയാ? അപ്പൊ ഭയങ്കര സന്തോഷം ഒക്കെ ഉണ്ട്. പിന്നെ സംസാരിക്കില്ല അത്? ഓ, പിന്നെ എത്തുന്ന വരെ ഞാൻ വൈരാത് അല്ലേ? പിന്നെ എത്തുന്ന വരെ സംസാരിക്കും. ആളെ കിട്ടിയല്ലോ സംസാരിക്കും. ഇപ്പൊ ഈ നമ്മുടെ വിഷ്വലൊക്കെ എടുക്കുന്നതും ഈ എഡിറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ അതാരാ നോക്കുന്നത്? നിങ്ങളെ പഠിച്ചിട്ടുണ്ടോ അതോ നമ്മൾ ഇതിന് വേണ്ടിട്ട് പഠിച്ചോണ്ടിരിക്കുന്നത്? ക്യാമറ ഇപ്പൊ മനു എന്ന് പറഞ്ഞ ഏട്ടനെടുക്കണേ. കാരണം നമുക്ക് ആള് ഡാൻസർ ആണ്, ഓൾറെഡി കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യും. അപ്പൊ അതാവുമ്പോ ഞങ്ങക്ക് കുറച്ചും കൂടി എളുപ്പം. ആളെ വെച്ചെടുത്ത് കഴിയുമ്പോ ആളെ കൊറിയോഗ്രാഫി ചെയ്ത് എല്ലാം ചെയ്ത് തരും. അല്ലാണ്ട് വേറെ ഏട്ടന്മാരങ്ങനെ എടുക്കലുണ്ട്. ഇടുന്ന ഓരോ വീഡിയോസിനും നല്ല റീച്ച് എത്തുമ്പോഴേ നിങ്ങൾ കൊളാബ് ചെയ്യാറില്ലല്ലോ ആരും? ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഓരോ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് ആകാൻ നല്ല ആൾക്കാരെ കമന്റ് ഇടുന്ന നല്ല അടിപൊളിയാന്ന് പറയുന്നത്. അത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച എല്ലാരും ഫോണിൽ ആ വീഡിയോ ആയിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഈ എക്സ്പ്രഷൻ എല്ലാരും സെയിം. അത് റിഹേഴ്സൽ ചെയ്യണം നന്നായിട്ട്. നല്ല റിഹേഴ്സൽ ചെയ്യും. എങ്ങനെയല്ല ഇങ്ങനെ തന്നെ ചെയ്യണം. ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാ ഒരാള് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ പോയി 2 വട്ടം നല്ല ഓക്കെ ആയിരിക്കും. അപ്പൊ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ക്യാമറ ചെരിഞ്ഞു അതെന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങും. ഈ ഐഡിയ ഒരു പുതുമയായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. പക്ഷെ അതിപ്പോ കുറെ പേരൊക്കെ അത് അനുകരിച്ചു എടുക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ തട്ട് താണ് തന്നെ
നിൽക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു സെഗ്മെന്റ് ആയിട്ട് നമ്മുടെ സൊനാര വന്നിട്ടുണ്ട്. സൊനാര കമാ. കൂടുതൽ ഫാൻസ് ഉള്ളത് ആർക്കായിക്കോട്ടത്തില്? ഇങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല, മച്ചാനൊന്നും ചെയ്യത്തില്ല. നിങ്ങള് ഒറിജിനൽ കാര്യം പറഞ്ഞു. പറഞ്ഞ പ്രശ്നമില്ല. മച്ചാന് അതിപ്പോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അവരിങ്ങനെ ചോദിക്കും അവരെവിടെ അവരെവിടെ ചോദിക്കും. അത് വെച്ചാണോ ഫാൻ ബേസ് കണ്ടെത്തുന്നത്? അങ്ങനെ ഞങ്ങളങ്ങനെ കണ്ടെത്താം. തമിഴ്നാട് ഫാൻസ് തമിഴ്നാട് അതാ കേരളത്തിലെ അതെന്താ കേരളത്തിലെ പിള്ളേരും മൈൻഡ് ചെയ്യാറില്ല നിങ്ങളെ? ഞങ്ങള് മൈൻഡ് ചെയ്യത്തില്ല, അവര് മൈൻഡ് ചെയ്യാത്ത. അതാ നിങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങളുടെ തമിഴ് പാട്ടിലുള്ള 2 സോങ് ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പൊ മച്ചാനും അവിടെയാണ് ഫാൻസ് ഇപ്പൊ മലയാളി പ്രത്യക്ഷത്തിലേക്ക് വരും. ഇപ്പൊ ഇടയ്ക്കൊക്കെ മലയാളി ഫാൻസ് ഒക്കെ ഉണ്ട്. ഉണ്ട്. ഇടയ്ക്കൊക്കെ കളിച്ചാൽ ഇപ്പൊ ഉണ്ടാറുണ്ട്. ഇപ്പൊ എക്സ്പ്രഷൻ ക്യൂനാരാ? അത് ശരിയാണ്. ഒരു എക്സ്പ്രഷൻ ഇട്ടു. അതാണ് എക്സ്പ്രഷൻ. പ്ലീസ് ഒരു ക്യാമറ നോക്കി ഒരു ചെയ്യാം. അതുണ്ട്, സെഗ്മെന്റ് ഉണ്ട് വേറെ. കൃഷ്ണ മാറി ചെയ്തിട്ട് രശ്മിക മന്ദാനയുടെ പിന്മുറക്കാരിയായിട്ട് കുതിച്ചു വരിക. ചെയ്തോ എന്റെ ചേട്ടൻ അടുത്ത ക്വസ്റ്റ്യൻ. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് വരാൻ മടിയുള്ളവർക്ക് അല്ലെങ്കിൽ മടിയുള്ളവർക്ക് കൂടുതൽ മടി? എല്ലാവർക്കും മടിയാ. എല്ലാവർക്കും മതി. പിന്നെ എനിക്ക് പ്രാന്തളകണം. എല്ലാരും വരും. ഇളകിയാലോ കാര്യം നടക്കത്തില്ല. അതെ അതെ. അച്ഛനപ്പം പക്ഷേ നല്ല രീതി വിളിക്കും, എടി വാടി പ്രാക്ടീസ് ചെയ്യാം, എടി വാടി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എന്റെ വർത്തമാനങ്ങളൊക്കെ മാറും. അല്ല, ഇനി ഇവര് വന്നില്ല, ആരെങ്കിലും ഒരാൾ മടിച്ചു കിടക്കാൻ മടിച്ചെടുക്കാന്ന് ഞാൻ പറയാം. ഒരു ദിവസല്ലേ ഞാൻ അവിടെ കിടക്കായിരുന്നു, എല്ലാവരും കിടക്കായിരുന്നേ. അപ്പൊ ഈ ദേവു വന്നിട്ട് പറഞ്ഞു എനിക്ക് എന്തോ പുട്ടുണ്ടാക്കാൻ എന്തോ പറഞ്ഞു. അപ്പണ്ട് ഈ മച്ചാനൊക്കെ കിടന്നുറങ്ങായിരുന്നു കേട്ടാ. എനിക്കും നല്ല മടിയുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ പതുക്കെ അപ്പൊ ഒരാള് പറയാണ്, ദേവിക പറയാണ്, അല്ല ദേവൂടെ പറയാണ്, എന്താ പറഞ്ഞ മച്ചാന്? അവസാനം വന്നവര് ബെഡ് മടക്കണമെന്ന് എല്ലാരും കൂടി, ഞാൻ മാത്രമായി. പുട്ടുണ്ടാക്കാൻ പഠിച്ചിട്ടല്ലേ? പക്ഷെ ഇപ്പൊ ബെഡ് മടക്കി പുട്ടുണ്ടാക്കണ്ടല്ലോ, ബെഡ് മടക്കിയാ പോരായിരുന്നു. പറയോ തലേ ദിവസം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇവര് പറഞ്ഞു ഉപ്പുമാവ് മതി പറഞ്ഞു. അപ്പൊ റവ വാങ്ങാൻ പോയപ്പോൾ പറഞ്ഞു വേണ്ട പുട്ടുണ്ടാക്കാം. ഞാൻ പറഞ്ഞു നീ ഉണ്ടാക്കുവോ? പുട്ടുമുറ്റില്ല അവിടെ, പുട്ടുണ്ടാക്കാറുണ്ടോ? നീ ഉണ്ടാക്കും, നിനക്കറിയോ? ഞാൻ ഉണ്ടാക്കാം മച്ചാനെ, ഞാൻ ഉണ്ടായിക്കോളാം. അറിയോ ഉപ്പുമാവ് വാങ്ങണോ? വേണ്ട പുട്ട് വാങ്ങിക്കോ, പൊടി വാങ്ങിക്കോ. വാങ്ങി ഇവിടെ കൊടുന്നു. രാവിലെ പുട്ടുണ്ടാക്കാൻ പറഞ്ഞപ്പോ ഇവളിങ്ങനെ, ഞാൻ പറഞ്ഞു നീയല്ലേ രേഷ്മയെ പറഞ്ഞ പുട്ടുണ്ടാക്കാന്ന്. അതിനെന്തിനാ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തണേ? ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ കരഞ്ഞു. ഞാൻ ചീത്തറപ്പോ കരയുള്ളൂ. ചെറിയ ചെറിയ പിണക്കങ്ങളുള്ളൂ. പക്ഷെ ഞങ്ങക്ക് ചീത്തയൊക്കെണ്ടിരിക്കാൻ എന്ന് കേട്ടിട്ട് ഞങ്ങൾക്ക് അത് കിട്ടില്ലാണ്ട് പറ്റില്ല. ചീത്ത കേൾക്കാത്ത മെസ്സേജ് വെച്ചിരിക്കില്ല വീട്ടിലുള്ളപ്പോ. മച്ചാനിക്ക് എന്തോ നിന്റെ കേൾക്കാണ്ട് ഒരു സുഖമില്ല. രണ്ടു തെറി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ വോയിസ് അയക്കും. ഇപ്പൊ ഈ ഒരു ടീം ഇത് എന്തോ നിങ്ങളുടെ എയിം ഇനി മുമ്പോട്ട് പോകുമ്പോഴേ? PG കഴിഞ്ഞപ്പോ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു പ്ലാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങക്ക് അങ്ങനെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വീടെടുത്ത് ഇതിനായിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. ഇവിടെ വന്നിട്ട് 1 മാസം വീടെടുത്ത്. അപ്പൊ ഇവിടെ വീടെടുത്ത് അപ്പൊ നിങ്ങളൊരു ടീമായിട്ട് ഇപ്പം 8 പേരല്ലേ? 9 ഒരാളും കൊണ്ട്. അടുത്ത പ്ലാൻ എന്തോ? ഇപ്പൊ നിങ്ങളൊരു എല്ലാരും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ആണ്. ഞങ്ങളുടെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓൾറെഡി ഒരു ബ്രാഞ്ച് ഇട്ടിട്ടുണ്ട് ആലുവയില്. അപ്പൊ അതേപോലെ തന്നെ കേരളത്തിൽ മൊത്തം ഞങ്ങളുടെ ഒരു ഡാൻസ് സ്കൂൾ ഇങ്ങനെ ബ്രാഞ്ച് വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആക്ച്വലി ഇപ്പൊ കോഴിക്കോട് തുടങ്ങി, ഇനിയിപ്പൊ അടുത്തത് മലപ്പുറത്ത് ഒരെണ്ണം തുടങ്ങാൻ പോകും. ഓരോരുത്തരുടെ സ്ഥലത്ത് ഓരോന്ന് തുടങ്ങും, എന്നിട്ട് എല്ലാരും നോക്കി നടത്തുന്നു. നല്ല ഐഡിയ ആണ്, മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ഞാൻ അടുത്ത ഒന്നുണ്ട് അവിടെ എത്തിയില്ലായിരുന്നു. ദേവൂടെ വേഗം പഠിക്കും. ഒക്കെ ഭയങ്കര ഓർമ്മശക്തി. ഓ ഭ്രാന്ത്. അത് ഞാൻ എതിർപ്പില്ല. ഞാൻ തന്നെ പഠിച്ചു കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ളതൊക്കെ റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ലേ? അല്ല, എന്നാലും പെട്ടെന്ന് എല്ലാരും ഈ സ്റ്റെപ്പുകൾ ഓരോ സ്റ്റെപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നാരാ? ഇങ്ങനെ ഈ പാട്ടിന് ഈ സ്റ്റെപ്പ് ഓക്കെ ഡിസ്കസ് ചെയ്യും. അവളെന്ത് പറഞ്ഞാലും അഞ്ചടിച്ചു തരും.
ആ മച്ചാനെ പറയാനിട്ടാ കുറച്ച് പീഡനം ഞങ്ങൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പറയും. അതെ പറയണം. ഇപ്പൊ പറയൂ. ഇപ്പൊ പറയൂ. ഓർമ്മയിട്ടില്ല, കൊറേ ഓർമ്മയിട്ടില്ല. ആലോചിക്കാം കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ഇവരിത് മുന്നേ വെച്ചിരിക്കണോ? പോട്ടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ആലോചിച്ചെടുത്തണം. അതെ അതെ. ബെസ്റ്റ് ആക്ട്രസ് മീനു ഒരു സിനിമേന്റെ ഷൂട്ടില്. ഓ പുള്ളിക്കാരി ആക്ടിംഗ് നിങ്ങൾക്ക് ആർക്കും ചാൻസ് അഭിനയിക്കാൻ ആഗ്രഹം അല്ലെങ്കിൽ ചാൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആ വെബ് സീരീസ് അങ്ങനെയൊക്കെ. എന്നാലും താല്പര്യം ഡാൻസ് ആണ് ഇവിടെ ചെയ്യാറുണ്ട്. പോവാറുണ്ട്. ബാക്കി ആർക്കും അങ്ങനെ ആക്ടിങ്ങിലോട്ടൊന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് ഡാൻസ് ആ ഒരു മോഹിനിയാട്ടം അല്ലേ എല്ലാരും മോഹിനിയാട്ടം. നല്ല കോസ്റ്റ്യൂം സെൻസ് ഉള്ള ആർക്കാന്ന് ചോദിക്കാനാ വന്നത്. പക്ഷെ ഇവരൊക്കെ കാണുമ്പോ തന്നെ അറിയാം എല്ലാവർക്കും. അത് പിന്നെ ഞങ്ങൾ ആങ്കറിന് അനുഭവത്തിലൂടെ മനസ്സിലായി. എന്നാലും കുറച്ച് ഭംഗിയായിട്ട് അത് മച്ചാന് വീടൊന്നും ഞാനും ചിന്തിച്ചില്ല. മച്ചാന് വേണമല്ലോ അത്. കോസ്റ്റ്യൂം സെൻസ് മച്ചാനാ കൂടുതൽ. പിന്നെ ഇവക്കും മീനു പണ്ട് തൊട്ടേ അങ്ങനെ ഇതാക്കി. ഞങ്ങക്ക് പണ്ടൊന്നും അത്ര ഇതുണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടേക്ക് അവളാ കൂടുതൽ ഞങ്ങള് ചേഞ്ച് ചെയ്തത്. ഞങ്ങള് വെറും അവളാണ് കൂടുതൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് ഞങ്ങളെ കുറെ ചേഞ്ച് ആക്കിയത് അവളാണ്. ഈ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് നിങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതി ചെയ്തു വന്ന് ഓഡിയൻസ് അത് സ്വീകരിച്ചു. അതാണ് കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവർക്ക് മക്കൾ എന്ത് വാങ്ങുന്നു അതൊക്കെ ഞങ്ങൾ പേടിക്കുമ്പോ ചോദിക്കും, കൃഷ്ണ നിനക്കിത് വേണോ നിനക്കിത് വേണോ? ഞാൻ ഒറ്റയ്ക്ക് വാങ്ങാറില്ല. ഞാൻ ഇവർക്കും കൂടി കൊടുത്തിട്ട് ഞാൻ വാങ്ങാറുള്ളൂ. സത്യത്തിൽ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ക്വാളിറ്റി മച്ചാൻ വേണ്ട വിധത്തിലുണ്ട്. അതെ, ഈ ഒരു ക്വാളിറ്റി മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരാം. എനിക്ക് തോന്നുന്നുണ്ട് എവിടെ. അത് ചോദിച്ചു കൂടെ തന്നെ ചോദിക്കാം. നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഒരു എനിക്ക് മച്ചാൻ ഇങ്ങനെ എക്സ്പ്രഷൻ അപ്പോഴത്തേക്കും പോയി. ആദ്യം ഫ്ലോപ്പ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ നന്നായി ചെയ്യും. മേക്കപ്പ് ഒക്കെ ചെയ്യും. അല്ല അവസാനത്തിന് മച്ചാൻ അവളെ തുടങ്ങും, അത് കൊളാകും, പിന്നെ ബാക്കിയുള്ളവരിലൊക്കെ റെഡിയാവും. എനിക്ക് ഇവിടെ കിട്ടണം. അവളെ ചെയ്ത് പഠിച്ചിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. നന്നായിട്ടുണ്ട്. ആലോചിച്ചോ അതെ പീഡനങ്ങൾ മച്ചാന്റെ? നന്ദു ഭയങ്കര വൃത്തി. ഞങ്ങളിപ്പോ സ്കൂള് കഴിഞ്ഞ് ബാഗ് ചിലപ്പോ ഞങ്ങൾ ഇവിടെ വെക്കും. വെയ്യാണ്ടാവൂല നമ്മള് വന്നിട്ട് ബാഗ് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അവിടെ പോയി വന്നിട്ടുണ്ടാവുള്ളൂ. വരുമ്പോഴേക്കും നമ്മൾ അടിച്ചു വാരിയിട്ട് ഇങ്ങനെ പോകും. കൃഷ്ണ ഒന്ന് അടിച്ചു വാരിട്ടാ തുടക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ തുടച്ചു വരുമ്പോ പിന്നെ അവള് ചൂലെടുത്ത് പോണ്, എടാ ഞങ്ങൾ അടിച്ചു മാറി ഇല്ല എന്തൊക്കെ ഉണ്ട് എന്ന്. പിന്നെ അവള് വീട്ടിൽ പോയി, ഒരു ദിവസം വീട്ടിൽ പോയി, എന്നിട്ട് പിന്നെ വീഡിയോ കോൾ ചെയ്തു. ഞാൻ ചോദിച്ചു സ്നേഹം കൊണ്ട് വീഡിയോ കോൾ ചെയ്തായിരിക്കും. കൃഷ്ണ അടുക്കള കാണിക്കുന്നു. എന്നിട്ട് ഞാൻ അടുക്കളൊക്കെ വീഡിയോ കോൾ കാട്ടി കൊടുത്തു. എനിക്ക് തോന്നുന്നുണ്ട് അതാണോ. എന്റെ അമ്മയൊക്കെ ചീത്ത പറയാൻ തുടങ്ങി ഇപ്പൊ എന്നെ. ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോ അമ്മായിമ്മ ഇവിടെ ഉണ്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ വിഷയത്തിലേക്ക് പോകാം. നമ്മുടെ ആർട്ട് അക്കാദമി ധൃതി എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ ആരുടെ സ്വപ്നമാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ സ്വപ്നമാണോ, അതോ എങ്ങനെയാ അതിന്റെ പിന്നില്? എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും എല്ലാവർക്കും കളിയാക്കലായിരുന്നു. ഇവിടുന്ന് നമ്മളെ വീട്ടുകാർ വരെ കേട്ടോ എന്താക്കും ഇനിയിപ്പോ കഴിഞ്ഞാൽ പിന്നെ അതും കൂടി കഴിഞ്ഞപ്പോ തീരുമാനമായി എന്താ ചെയ്യാ. അപ്പൊ ഞങ്ങൾ കുറെ ആലോചിച്ചു എന്താ ചെയ്യാ. ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ഇല്ലാണ്ട് ഇൻകം ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വിചാരിച്ചു നമുക്ക് സ്കൂളുകളിൽ കൊടുത്തു നോക്കാം, കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇൻകം ഉണ്ടാവും. പിന്നെ ഇൻസ്റ്റ യൂട്യൂബും ഒക്കെ കൊണ്ടുപോകാം. പ്രോഗ്രാം ഒരുമിച്ച് എന്നാലും നമുക്ക് പ്രോഗ്രാമിന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കരുതി നമുക്ക് ഡാൻസ് സ്കൂൾ തുടങ്ങാം. എന്തായാലും ശനി ഞായർ എല്ലാവരും വീട്ടിൽ പോകും. അപ്പൊ ഒരേ പേരിൽ തുടങ്ങി കഴിയുമ്പോൾ മാഷ്മാരൊക്കെ പറഞ്ഞു നല്ല കാര്യമാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഇത് മുമ്പോട്ട് ഇനിയും കൊണ്ടുപോകണം. ടീം ഇങ്ങനെ നിങ്ങൾക്ക് വിട്ടുപോകാൻ ഒരു മടിയല്ലേ? അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു
ഇതിപ്പോ ധൃതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്? ഇവിടെ ആലുവയിൽ ഒരെണ്ണുണ്ട്, പിന്നെ കോഴിക്കോട് തുടങ്ങി. അതിന്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടില്ലേ? ആയിട്ടുണ്ട്. ഇനിയിപ്പോ മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങും. അത് കഴിഞ്ഞ് വണ്ടൂര് സ്റ്റാർട്ട് ചെയ്യും. ഈ പേര് ആര് സെലക്ട് ചെയ്തതാ? പേര് ഞങ്ങള് കൊറേ പേര് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഗ്രൂപ്പിലിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഓരോന്നോരോന്നും ഞങ്ങള് ഏതോ ഇതില് നോക്കി, ഏതോ ദൈവത്തിന്റെ അങ്ങനെ എന്തോ നോക്കിയതല്ലായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു. എന്നിട്ട് നമ്മള് ദീക്ഷ അങ്ങനൊക്കെ പേര് നോക്കില്ലായിരുന്നു. അങ്ങനെ കൊറേ പേര് നോക്കിയിട്ട് ധ്വനി. അങ്ങനെ കൊറേ പേര് നോക്കിയിട്ട് ഇത് സെലക്ട് ആയി. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലേ ഏറ്റവും വലുതെന്ന് പറഞ്ഞ ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും എല്ലാവർക്കും വന്നത് എങ്ങനെയായിരുന്നു തുടക്കം മുതല് ഇവിടം വരെ? ആ ഒരു സപ്പോർട്ട് ഒരേപോലെ ആണോ അതോ? ഇല്ല, വീട്ടുകാരുടെ അടുത്ത് ഒരു ഇതുണ്ട്. വീട്ടുകാരുടെ അടുത്ത് ഇതാ എന്താ വീഡിയോ ഒന്നും അയക്കാത്ത ഇട്ടത്, സ്റ്റാറ്റസിലെ വീഡിയോ ഇനി അയക്കണ്ട കേട്ടോ, തെറ്റി. അതെ, മച്ചാനുണ്ടോ? ഒന്നുമില്ല, മച്ചാനുണ്ടോ? മച്ചാൻ ഭയങ്കര ലീഡർഷിപ്പ്. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ച കാര്യം. എല്ലാത്തിനും എല്ലാവരും മച്ചാൻ. മച്ചാൻ ഇത് എങ്ങനെയാ ഇവിടുന്ന് കിട്ടിയത്? എനിക്കറിയില്ല, Genetically- വീട്ടുകാർക്ക് ആർക്കും ഇവിടെ അടി എന്തേലും പറഞ്ഞിങ്ങനെ മച്ചാനെ ഈ പാത്രം എങ്ങനെ അവളെനിക്ക് തരുന്നില്ല. മച്ചാൻ ഇതെന്താ ചെയ്യണ്ടേ? അതും പോട്ടെ, ഞാൻ ഒരു ദിവസം 2 ദിവസം വീട്ടിൽ പോയി വന്നപ്പോണ്ട് അടുക്കളയിൽ വേസ്റ്റ് ഇരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കളയാത്ത ചോദിച്ചു. അപ്പൊ പറഞ്ഞു എവിടെ കളയണ്ടേന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചു ചോദിച്ചൂടെ? അത് മച്ചാൻ വന്നിട്ട് ചോദിച്ചിട്ട് കളയാ വെച്ച് അങ്ങനെ എടുത്ത. ഞാൻ ഒരാഴ്ച വന്നില്ലെങ്കിൽ ആ വേസ്റ്റ് ഇങ്ങനെ അടുക്കള പറഞ്ഞിട്ടുണ്ടോ. നിങ്ങള് പിണക്കങ്ങളും ഉണ്ടോ? മിണ്ടായിരിക്കും, മിണ്ടാണ്ട് കൊറേ ഒന്നും ഇരിക്കില്ല, കുറച്ചേരം പിന്നെ മറന്നു പോകും. വീഡിയോ വരുമ്പോഴത്തേക്ക് വീണ്ടും എല്ലാരും ജോയിൻ ആവും അല്ലേ? വീഡിയോക്കല്ല, മെയിൻ തല്ലുണ്ടാക്കാൻ ഞാനായിരിക്കും. പിന്നെ കുറച്ചമ്മ മറക്കും. ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ശീലായി. അത് നിങ്ങൾ എല്ലാവർക്കും ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അപ്പൊ ഇപ്പൊ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ അതോ പണ്ടത്തെ പോലെ വീഡിയോസ് വൈകിട്ട് എടുക്കും അങ്ങനെ. എന്താ പിന്നെ തിങ്കൾ ചൊവ്വയൊക്കെ ഞങ്ങൾ ഓൾറെഡി ലീവാ. അപ്പൊ അങ്ങനെ ചൊവ്വാഴ്ചയൊക്കെ പോകും. ഇപ്പൊ മഴ കൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല പുറത്തു പോയിട്ട്. ഞാനേ ഈ ഒരു നമ്മുടെ ബോയ്സിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ കല്യാണമൊക്കെ എങ്ങനെ? കല്യാണം കല്യാണം കഴിയാത്തൊരു മുന്നിലേക്ക് ഇരിക്കാം അല്ലെ? സിംഗിളായൊരു മുന്നിലേക്ക് ഇരിക്കാം. സിംഗിളാ? എല്ലാരും സിംഗിളാ? ഞാൻ സിംഗിളാട്ടോ. മാറങ്ങോട്ട് കൈമാറ്റി. അപ്പൊ എല്ലാരും എക്സ്പ്രഷൻ ക്യൂൻസ് ആണല്ലേ? എല്ലാരും ചെയ്യും എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട്. നമുക്ക് ആ ടാസ്ക് തുടങ്ങി. ഒരു ടാസ്ക് കൂടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട്. ഇതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ആസ് യൂഷ്വൽ കണ്ടുവരുന്ന സാധനങ്ങൾ തന്നെ. പുതിയതൊന്നും കണ്ടുപിടിച്ച് പുതിയതൊന്നല്ല. നവരസങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യിപ്പിക്കുമല്ലോ. അപ്പൊ നവരസങ്ങൾക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് അത് വെച്ചിട്ട് അത് ആ രസങ്ങളുള്ള രീതിയിൽ ഓരോരുത്തര് ഡിഫറെന്റ് ആയിട്ട് പറയാ. അപ്പൊ നമ്മുടെ മണിച്ചിത്രത്താഴുണ്ടല്ലോ സിനിമ, അതിൽ ശോഭന പറയല്ലോ വിടമാട്ടെ, അറിയാലോ എല്ലാവർക്കും അറിയാം. ഐക്കോണിക് ഡയലോഗ്. ആ ഡയലോഗ് ഓരോ രസം വെച്ച് പറയാ. എന്താ മച്ചാനെ? മച്ചാൻ പറ പിള്ളേർക്ക്. അല്ല ഇവര് തുടങ്ങട്ടെ. ഓക്കെ അല്ലേ? അല്ല മച്ചാൻ പിള്ളേർ ഓരോന്ന് അപ്പോഴും പിടി. അല്ല ഞാൻ പറയാം, ഓരോരുത്തർക്കും ഞാൻ പറയാം. അദ്ദേഹം ശൃംഗാരം ചെയ്യുന്ന ഞാൻ കണ്ടു. ശൃംഗാരം ആർക്ക് കൊടുക്കും? അദ്ദേഹത്തിന് കൊടുക്കാം. വിടമാട്ടെ ഡയലോഗ്. വിടമാട്ടെ അയോഗ്യനായ എന്നെ എങ്കേരുന്ന് എങ്കയും പോക വിടമാട്ടെ. ഇന്നേക്ക് ദുർഗാഷ്ടമി. രാമായണം ജപിക്കുകയാണ്. വിടമാട്ടെ നീ എങ്കെ പഠിക്കട്ടെ. 3 സ്റ്റാർ ഞങ്ങൾ പറയണ്ടേ? 3 സ്റ്റാർ വിടമാട്ടെ. ചിരിക്കല്ലേ? ആരും ചിരിക്കരുത്. ഉണ്ടാപ്പി നാണം കെടുത്തല്ലേ? വിടമാട്ടെ. എനിക്ക് പ്രിപ്പയർ ചെയ്തോ. നമുക്ക് അടുത്ത ഞാനല്ല, ഞാൻ ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ല എന്തിന്റെ സംഭവം? കരഞ്ഞോണ്ട് പറയണം. നീ എന്നെ എങ്കിലും പോക വിടമാട്ടെ. വിടമാട്ടെ നീ ഇങ്ങിരുന്ന് എന്നെ എങ്ങോട്ടും പോകും.
അയോഗ്യ നായ ഇന്നയ്ക്ക് അഷ്ടമി. ശ്രീകൃഷ്ണാഷ്ടമി. ഇന്നേക്ക് ദുർഗാഷ്ടമി പറഞ്ഞു. இன்னைக்கு துர்காஷ்டமி, உன்னை கொன்னு ஒரு ரத்தத்தை கொடுத்து ஓங்கார நடனம் ஆடிடுவேன் நாயே. ഇനി അടുത്ത ആളാരാ? ഇങ്ങോട്ട് പോട്ടെ. വീരത്തി പറ. അയോഗ്യ നായി, ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടൂ. ഓ എങ്കേ. ഇനി ഹാസ്യം. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு ஓங்காரம் മച്ചാനെ ഭയാനകം ഒന്നുകൂടെ പറയാം. ഇന്ന് ചോറില്ല. മതി 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 മതി. മതിയോ? ഓക്കെ, എന്നാ ഇവിടെ അത്ഭുതം. അവിടെ ഉണ്ടായിരുന്നു. അയോഗ്യനായല്ലേ? അയോഗ്യനായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് ഒരു രക്തത്തെ കുടിച്ച് ഓംകാരം നടനമാടിടുവേ. എനിക്ക് ക്രിസ്ത്യൻ അല്ല, അവിടെ അച്ഛനെ ലാസ്റ്റ് ഉണ്ട്. ബീബൽസം അച്ഛൻ ഇപ്പഴേ പ്രിപ്പയർ ചെയ്തോ. ഇത് ഹാസ്യം. വിടമാട്ടെ എന്നെ എന്നേക്ക് വിടമാട്ടെ എന്നെ എങ്കിരുന്ന് പുക വിടമാട്ടെ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടും. കൈയടി പ്രോത്സാഹിപ്പിക്കണം അച്ഛനെ. ശാന്തം. അയോഗ്യനായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് ഉന്നെ കൊന്ന് ദുർഗ ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനം ആടിടുമേ. അത് കൊള്ളാം. മച്ചാ ബീബൽസം ഞാൻ പിടിക്കാം അല്ലേ? ശൃംഗാരം ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ബീബൽസാ ഉണ്ടപ്പോ ശരിക്കും ചെയ്യണം കേട്ടാ. ഇങ്ങനെ പിടിക്കട്ടെ സൗണ്ട് ഇട്ടാ കേട്ടാ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് ഉന്നത്തെ കൊടുത്ത് ഓങ്കാര നടനം ആടിടുവേ. മച്ചാ പൊളി. ബാബാ പോട്ടെ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓംകാര നടനമാടിട്ടാങ്കിട ആണ്ടിട്ടാണ്ടെങ്കിടെ ആടിട്ടാങ്കിടിയോ. എല്ലാരും കൊള്ളാം കേട്ടോ. തമിഴ്നാട്ടിലത്തെ ആളാണെന്ന് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് രഹസ്യങ്ങൾ അറിയാം. അപ്പൊ മീരയെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം അങ്ങനെ ഓരോരുത്തരായിട്ട് പോട്ടെ. എന്താ പോസിറ്റീവും പറയണം, നെഗറ്റീവും. മീര മേക്കർസ് നിങ്ങളോ? ആദ്യം മച്ചാൻ പറ. അവളോട് ചോദിക്കുന്നു പറ രണ്ടെണ്ണം. ഇവളെ എന്താ അവള് ഭയങ്കര സൈലന്റാ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റാ. ഒട്ടും സംസാരിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വിരലിട്ട് കുത്തിയാലും അവള് സംസാരിക്കൂല. പിന്നെ അത് എനിക്ക് ഇടയ്ക്ക് അത് പോസിറ്റീവായി തോന്നും, ഇടയ്ക്ക് അത് എനിക്ക് നെഗറ്റീവായി തോന്നും. എനിക്ക് അത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും. നെഗറ്റീവ് വേറെ എന്താ ചോദിച്ചാല്, ഫുഡ് നമ്മളെന്തെങ്കിലും തിരക്കിട്ടൊക്കെ പോകുമ്പോ ആളിങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങള് വേഗം കഴിക്കാൻ നമുക്ക് പോവാ. കഴിക്കാൻ പറ്റൂ, നടക്ക്. അപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കല്ലേ ഞാൻ പറയും. അപ്പൊ എനിക്ക് ദേഷ്യം. ഞാൻ പറയും, ഇവിടെ ആരെയും ചാവ കിടക്കുമ്പോൾ ഇങ്ങനെ തിന്നും പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സീരിയസ് ആവും. പോസിറ്റീവും പറ. നിങ്ങൾ
അങ്ങനെയാണല്ലേ? പോസിറ്റീവ് ആ ഇതിപ്പോ നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ് രണ്ടും പറഞ്ഞോ. അതെനിക്കറിയില്ല. ഇന്ന് മീഡിയയുടെ വേറെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവളോട് എന്ത് പറഞ്ഞാലും അവൾ ഓക്കെയാണ് എല്ലാത്തിനും. ഇപ്പൊ ഇന്റർവ്യൂവിന് അവൾ ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനിങ്ങനെ ഞാൻ പറഞ്ഞോടി വരണട്ടോ പറഞ്ഞപ്പോ അവളിങ്ങനെ ഞാൻ വരാം, ക്ലാസ് കട്ട് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ അത്രയും എന്ത് പറഞ്ഞാലും അവൾ എതിർത്തൊന്നും സംസാരിക്കില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഉണ്ടാപ്പിനെ കുറിച്ച് എന്താ പറയാ, ഇതേപോലെ തന്നെയാണ് സ്ലോ. എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാൻ പറയുമ്പോ നബി പറയും ഞാൻ ഉണ്ടാക്കാൻ നന്ദു. അപ്പൊ ഞാൻ ഇളക്കി അത് കരയിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ അടി പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര എല്ലാ കാര്യത്തിലും സ്ലോ, ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഇതേപോലെ തന്നെ പാവാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവള് നല്ല നല്ല ഓരോന്നും ചെയ്യുമ്പോ നന്ദു ഇത് ചെയ്യാം, ഇത് സെറ്റ് ആയിരിക്കും. അവള് പറഞ്ഞ ഏകദേശം എല്ലാം ട്രെൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നന്നായി. അവളാണ് എല്ലാത്തിനും. അവളുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ, പിന്നെ ബാക്കി എല്ലാം അവള് ചെയ്തോളും. കോർഡിനേറ്റ് ചെയ്യാനായിരുന്നു. കോൺഫിഡൻസ് നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അവളോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിനാണ് സങ്കടപ്പെടുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ നമ്മള് അത്ര സങ്കടത്തിൽ ഇരിക്കുകയാണെങ്കിൽ വല്ല കോമഡിയും പറഞ്ഞ് ആണത് ഓക്കെ. നെഗറ്റീവ് എടുക്കും. ഞങ്ങൾക്ക് നെഗറ്റീവ് ഇത്ര നേരം ഞങ്ങൾ പറഞ്ഞത് നെഗറ്റീവ് ആയിരുന്നു. വൃത്തി നിങ്ങക്ക് നെഗറ്റീവ് ആണ്. ശരി അമിതമായ വൃത്തി. പിന്നെ ഇത് നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാല് ഇവള് ഞങ്ങൾ എല്ലാരും ഇരുന്ന് ട്രോളും. തിരിച്ച് ഇവളെ ട്രോളി കഴിഞ്ഞ് ഇവള് തെറ്റിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലേ നന്ദു? കളിയാക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടി അവളെ പറഞ്ഞാ എല്ലാരും കൂടെ എന്നെ അധികം പറയാറില്ല. ഞങ്ങള് ആകെ മാസത്തിൽ ഒരിക്കലൊക്കെ പറയാറുള്ളൂ. അത് പറഞ്ഞ് അവള് തെറ്റിപ്പോവും. അയ്യോ അതിന് അടുത്ത ആള് ഇല്ല മടിച്ചല്ല, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിക്കാം. അപ്പൊ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവളെ ചീത്ത പറയും. പിന്നെ എനിക്ക് ഇവരെ പറ്റിയൊക്കെ പറയാനുള്ളത് ഇങ്ങനെ, ഞാൻ എന്ത് പറഞ്ഞാലും ഇവര് ഓക്കെ. ഇപ്പൊ അങ്ങനെ നാളെ ഒരു സ്ഥലം പോലെ പോണട്ടെ, കൊല്ലം പോണം, എന്തിനാന്നോ ഏതിനാന്നോ എവിടേക്കാന്നോ ഒന്നും അറിയണ്ടേ. എന്താ ഇടണ്ടേ? സാരി ഉടുക്കണം. എങ്ങനത്തെ സാരി? പ്ലെയിൻ സാരി. ശരി. എത്ര മണിക്കാ പോവാ? രാവിലെ നീക്കണം കേട്ടോ, നേരത്തെ നീക്കണം. കഴിഞ്ഞു. ഇനി പിന്നെ അവർക്ക് ഒന്നും അറിയണ്ട. പിന്നെ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞാൽ മതി ഇതാണ് ഇന്ന പോലെ ചെയ്യണം. കഴിഞ്ഞു. പിന്നെ വേറെ ആർക്കും ഒന്നും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അവരോട്. പോസിറ്റീവ് ഇല്ലേ? ഇതന്നെ എനിക്ക് ഇവരെ കുറിച്ചൊക്കെ തന്നെ. ഞങ്ങൾ എന്താണോ എനിക്ക് ഇവർ ഒരേ വൈബാ. എനിക്ക് എനിക്ക് ഇവിടെ കിട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങനെ എനർജി. തർക്കുത്തരം പറ എന്റെ കുട്ടിയിട്ട് നീ കൊന്നുണ്ടാവും. ഞാൻ അങ്ങനെ തർക്കുത്തരം പറയോ, എനിക്ക് ദേഷ്യം ഇടയ്ക്ക്. ഇതൊന്നും ചെയ്തുതരോ? ഇല്ല. ടിജി നമുക്ക് ഇങ്ങനെ ചെയ്താലോ? ഞാൻ ഇല്ല. എല്ലാം 10 രൂപ പരിപാടി ഇല്ല. നമ്മളിങ്ങനെ നോക്കട്ടെ എന്നെങ്കിലും ഇവളിങ്ങനെ ഇല്ല. ടീച്ചേഴ്സിനോടും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ പറയും ഇവിടെ ടോണതാ. അപ്പൊ മാഷെന്ന് പറയും നീ ഇവിടെ ഇരുന്നു. അല്ല ഞാൻ ഇവിടെ ഇരുന്നു മാഷെ, ഞാൻ ഇവിടെ ഇങ്ങനെ. അപ്പൊ മാഷ് തന്നെ ഇങ്ങനെ സംസാരിക്കണേ. എനിക്ക് പറയുമ്പോ ഞാൻ പാവായിട്ട് പറയണ പോലെ തോന്നും. പക്ഷേ ബാക്കിയുള്ളവർക്ക് അവിടെ എല്ലാ കാര്യം ഞങ്ങള് ക്ലാസ്സിൽ ഇരുന്നിട്ട് ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്നും അവിടെ ഇറങ്ങുമ്പോണ്ടാവും ടീച്ചർ ഓഫീസിൽ. ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാരും കൂടി ഒപ്പം ഇറങ്ങിയിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തുമ്പോണ്ടാവും കിടക്കുന്നു. നിങ്ങൾ വന്നു. അടുത്ത ആള് ഏറ്റവും കുറഞ്ഞ് സംസാരിക്കുന്നത്. ഇതൊന്നും സംസാരിക്കൂല്ല. മൂലയ്ക്കവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉപദ്രവം ഇല്ലെന്നല്ലേ? മച്ചാനൊക്കെ ട്രോളാൻ തുടങ്ങിയില്ലേ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. ഞാൻ വെച്ചത് പറഞ്ഞു തരില്ല. കവിത കള്ളക്കള്ള. അതിനടുത്ത ആള് ഇദ്ദേഹം ഭയങ്കര എന്തല്ലേ മറ്റേ ഒരു വീട്ടിലെ മുതിർന്ന അല്ലെ, ആ ഒരു സംഭവം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് എന്റെ അതേ വേവ് ആണല്ലേ? കുറച്ചൊക്കെ പഠിപ്പിസ്റ്റ് ചിന്താഗതിയുള്ള കുട്ടിയാണ്. അവക്ക് എന്റെ അത്ര എനിക്ക് നാളുണ്ട്. അല്ല എനിക്ക് നാളല്ല, അദ്ദേഹത്തിലേക്ക്
അവൾക്ക് ആദ്യം നാളുണ്ടായിരുന്നു, പൊട്ടുന്നാളില്ല. കൃഷ്ണേന്ദു ഭയങ്കര ഒരു ബാക്കപ്പ് ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. മച്ചാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്ത് കാണിച്ചാലും മച്ചാന്റെ ഒരു PS പോലെ. അതെ, എന്റെ പി ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത പറയാ അവളെ തന്നെയാ. ക്ലാഷ് വരുമല്ലോ നിങ്ങളുടെ ഐഡിയോളജി തമ്മിൽ ഇടയ്ക്ക് ക്ലാഷ് വരാറുണ്ടോ? അതിനൊന്നല്ല, ഞങ്ങളിപ്പോ കഴിഞ്ഞു ഒരു തോർത്തുണ്ട് അവിടുത്തേനും നല്ല പിന്നെ അല്ല, റൂമിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ചെയ്ത് വെച്ച് പോയിണ്ടാകും. എന്നിട്ട് മച്ചാൻ വന്നിട്ട് കൃഷ്ണ നീ അത് ചെയ്തു ഇത് ചെയ്തു എന്ന്. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ മറന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ അങ്ങനെ സോറി മച്ചാനെ ഞാൻ ചെയ്യാറ്, ഞാൻ എടുത്ത് ചെയ്യും. എന്നിട്ട് അത് കഴിയുമ്പോൾ ഇവിടെ വരും, അതില്ല ശരിക്കും കൃഷ്ണ അത് ഞാനായിരുന്നു ചെയ്തത്. ഏറ്റവും ദേഷ്യം എന്താ പറയുക, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇത് മറന്നു പോകുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഞാൻ പറയും നാളെ 8 മണിക്ക് പോണട്ടാ ആന്ന് പറയും. കുറച്ചെങ്ങനെ നാളെ എത്ര മണിക്ക് പോകണം, അപ്പൊ ഞാൻ 8 മണിക്ക് പിന്നെ രാത്രി ആകുമ്പോ നാളെ എത്ര മണിക്ക് മച്ചാനെ എണീക്കണ്ടേ, 8 മണിക്ക് പോകണം. അത് ആദ്യമായിട്ട് കേട്ടപ്പോൾ ചോദിച്ചാൽ എനിക്ക് പ്രാന്തളക്കും. അപ്പൊ ഞാൻ കുറെ തെറി വിളിക്കും. അപ്പൊ ഇനി നമ്മുടെ ഈ എക്സ്പ്രഷൻ ഡാൻസ് അത് നമ്മൾ നിങ്ങളുടെ മെയിൻ ഐറ്റം, നിങ്ങൾക്ക് നിങ്ങൾ പയറ്റി തെളിഞ്ഞ ഐറ്റം. അത് കൂടാതെ ഇപ്പം നിങ്ങൾക്ക് അല്ലാത്ത എക്സ്ട്രാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രാ കഴിവുകളൊക്കെ കാണുമല്ലോ. അപ്പൊ ഒരാള് മറ്റേ ആളെ പറയണം, മനസ്സിലായി? ഇപ്പം ചേട്ടൻ എന്നിട്ട് പോകും, പിന്നെ ഞങ്ങൾ ശ്രീനന്ദു കൃഷ്ണേന്ദു ഇപ്പൊ മച്ചാന്റെ ആണെ പറയാം. അപ്പൊ മച്ചാൻ അത് ചെയ്യണം. മച്ചാനാണെങ്കിൽ അടുത്ത ആളെ പറയാം. പറയട്ടെ, ആ മച്ചാൻ പറഞ്ഞു. രേഷ്മ നന്നായി പാട്ട് പാടും. രേഷ്മാരാ പാട് രേഷ്മ. മച്ചാനും പാടും കേട്ടോ. ഇല്ല എനിക്ക് അമ്പലപ്പുഴ മാത്രമേ അറിയുള്ളൂ. പാട് എല്ലാരും സൈലന്റ് ആസ്വദിക്കാം. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോടി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു നീ. അതിന് നീ ഞാൻ അതൊക്കെ തെറ്റാണ് കേട്ടോ. കൊള്ളാം നന്നായിട്ട് പറയും. ഇനി മൈക്ക് കിട്ടുന്നവരാണ് ഓരോരുത്തരോട് പറയണ്ടേ. ഓരോരുത്തരെ കാണിക്കും, ഇമിറ്റേഷൻ എല്ലാരും ഇമിറ്റേറ്റ് ചെയ്യണം. രേഷ്മേനെ ചെയ്യാം. ചോറും കലാണോ? ഞങ്ങൾ ഉമ്മർത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാട്ടോ. അപ്പൊ ചോറും പാത്രവും കറിപ്പാത്രവും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. എല്ലാരും എടുത്തോ, പേരെടുത്തോ, കറിപ്പാത്രം എടുത്തോട്ടെ. അതിൽ ചോറിട്ടിട്ട് ചോറ് മതിയോ എല്ലാവർക്കും? ഞാൻ അതിൽ കറി വെച്ച് വെച്ചോട്ടെ, പിന്നെ ചോറ് എടുക്കും. കറി എന്താ ടേസ്റ്റാ, പിന്നെ അതിരുന്ന് തിന്നോളൂ. ഡയറ്റ് ഉണ്ടോ? ഉണ്ടായിരുന്നു 2 ദിവസം 3 ദിവസം ഡയറ്റ് ചെയ്തു. പക്ഷെ 4-ാമത്തെ ദിവസം പനി പിടിച്ചു. അപ്പൊ പിന്നെ ഞാൻ മച്ചാന് പനി പിടിച്ച ഞാൻ പനി പിടിച്ചിട്ട് കഞ്ഞി ഉടന്നേരും കേട്ടോ. അപ്പൊ ഇവളും ഉണ്ടായിരുന്നു ഡയറ്റിന്. അപ്പൊ ഇവളിങ്ങനെ മച്ചാന് പനിയല്ലേ എന്നാ ഞാനും ചോറിനാക്കി മച്ചാൻ കഞ്ഞി കുടിക്കുമ്പോ ഞാൻ എങ്ങനെ ഡയറ്റ് ചെയ്യും. അത് കൊള്ളാം. അടുത്താളാ ഇമിറ്റേറ്റ് ചെയ്യണം. നന്ദുവോ അതില്ല ഓര് പറഞ്ഞിക്ക് അങ്ങനെ ചെയ്യാൻ. മച്ചാനെ എന്തിനെപ്പോഴും എന്നെ കളിയാക്കുന്ന, ഓരെ കളിയാക്ക, രേഷ്മേനെ കളിയാക്ക ഇടയ്ക്ക്. എന്നിട്ടെങ്ങനെയാ ഞാൻ രേഷ്മേനെ കളിക്കുമ്പോ ഇവളിങ്ങനെയാ ബാക്കിൽ പാവ രേഷ്മ. ഇപ്പൊ ഒരു ദിവസം ഓരോരുത്തരാ. ഇന്നലെ നന്ദു ആയിരുന്ന, അല്ല ഇന്നലെ ഒരു ദിവസം ഒരാളെ കളിയാക്കും എല്ലാരും കൂടി. ഇതെല്ലാം ഏറ്റവും ആളാണല്ലേ. അവളെല്ലാത്തിനും ഇങ്ങനെ തലട്ടെ. ഒരു വിഷമമില്ല, ഒരു പ്രശ്നമില്ല. ഇല്ല അത് കിട്ടി ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അവൾക്ക് ശീലായി. ഇപ്പൊ അവള് വന്നോണ്ട് എനിക്കൊരു ആശ്വാസം. ഇവിടെ വീട്ടിൽ പോയി ഞാൻ അങ്ങനെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ അടുത്ത? ഇദ്ദേഹത്തെ ചെയ്യല്ലോ.
ഒരു ദിവസം കോളേജിൽ നിന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഇവള് അവിടെ ഇല്ല എന്നുവെച്ചാ ഇവള് ആ സ്ഥലത്തില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് പുറത്തുള്ള അപ്പൊ ഇവള് വന്നപ്പോ ഞങ്ങള് വെറുതെ പറ്റിച്ചു. ഇവിടെ അടി ഉണ്ടായി, ആ ചേട്ടന്റെ തല പൊട്ടി എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഇവളോട് കള്ളം പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ പറഞ്ഞു എടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എടി പറഞ്ഞ ചിരിച്ചെടുപ്പോ ഇവളിങ്ങനെ. എന്റെ മച്ചൻ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ? ഞങ്ങൾ പേടിച്ചാ വന്നേ അവിടുന്ന്, ഫോണൊക്കെ എടുത്ത് എറിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇന്നലെ ചൂടാവണേ അത്ര അവര് ഞങ്ങളെ നോക്കുക. ഇവളെ പ്രശ്നത്തിന്റെ സ്ഥലത്തില്ല എന്നിട്ട് വിളിക്കണേ. അവര് ഞങ്ങളെ നോക്കുക, പേടിച്ചിട്ട് ഞങ്ങൾ വന്നേ. ഞാൻ പറഞ്ഞു എടി നീ അവിടെ ഇല്ലല്ലോ, അവര് നോക്കി. പൊന്നെ പാവം. പിന്നെ എന്ത് പറഞ്ഞാലും ഒക്കെ വേഗം അവള് ടെൻഷനാവും. അപ്പൊ നമ്മളിങ്ങനെ വാ ചോറിനാ വാ അവിടെ ഫുള്ള് പറയില്ല, ഒന്നും പറയില്ല അങ്ങനെ. എന്റെ എടിഞ്ഞ കുറച്ചേരം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്നോടൊന്നും പറയില്ല. ദേഷ്യം വന്നാലും അത് മുഖത്തിട്ടിട്ട് ദേഷ്യം വന്നാൽ ഞാൻ എണീറ്റ് പോകും. അത് വാക്കുകൾ കൊണ്ട് ആൾക്കാരെ വിഷമിപ്പിക്കണ്ടല്ലോ അല്ലേ? ഇല്ല, അവർക്ക് അങ്ങനെ വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. ആക്ഷൻ ഉറങ്ങാൻ കിടന്ന് 2 ഒച്ചുണ്ടാക്കി കളിക്കുന്നു. സൈലന്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ ചിരി വരും. ഇവർ ഉറങ്ങി കിടന്നല്ലോ 12 മണി 1 മണി ആ സമയമൊക്കെ ആയിണ്ടാവും കിടന്ന് ഈ 2 എക്സ്പ്രഷൻസ് ഭയങ്കര അല്ലേ? തീഷ്ണത കാണുന്നില്ല. എക്സ്പ്രഷൻസ് അല്ലേ? എക്സ്പ്രഷൻസ് ഓരോന്ന് പറഞ്ഞോണ്ടാ കേട്ടോ. ദയനീയമായിട്ടൊക്കെ നോക്കുന്നത്. വേറെ ചോദിക്കും. ഇഷ്ടമുള്ള എന്താ നമ്മൾ മാറിക്കൊണ്ടിരുന്നു. വേറെ ചോദ്യം, വേറെ ഒന്നും. ഇഷ്ടമുള്ള എന്താന്ന് ചേച്ചി? 2 മൂവ്മെന്റ് ഒന്നും കറക്റ്റ് ആകൂല, അങ്ങനെ എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ ക്ഷമിക്കുക. മെല്ലെ പാടാട്ടോ. അല്ലെങ്കിൽ അറിയാത്തൊരു പാട്ട് പറ, അവര് കളിക്കും. ഞങ്ങൾ ഇത് പാടാൻ റെഡിയാ. അല്ല ഇത് ടാസ്ക് അല്ല, അപ്പൊ ഞങ്ങള് പറഞ്ഞത് അവള് ചെയ്യാം. എനിക്കത് മാത്രം പാടാനേ ഉള്ളൂ. ചെയ്യാം. 1 2 3 4. കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാന വല്ലഭ. ഓ കുസുമവദന മോഹ സുന്ദര സുന്ദര സുന്ദര. മറ്റേ സാധനം ഇംഗ്ലീഷ് പാടില്ലല്ലോ. നമുക്കിനി ടഫാവും. ഓക്കെ ഏട്ടാ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നന്ദു അടുത്ത ആൾക്ക് ടാസ്ക് കൊടുത്തോ. ഉണ്ടാപ്പി ഉഷാറായിട്ടിരിക്കേ. ഇങ്ങനെയാണോ? എന്ത് പറഞ്ഞാലും ചെയ്യണം. പാടാനോ? എന്താണെങ്കിലും എന്താ ഞാൻ പറയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ഇനി വരുള്ള കഴിവുണ്ട്. അങ്ങനെ ആരും വേറെ ഒന്നും ചെയ്യില്ല, വേറെ ആരും ഒന്നും ചെയ്യില്ല. പാടുണ്ടാപ്പി. 3 2 1 സ്റ്റാർട്ട്. നിനക്കായി സ്നേഹത്തിൻ ഞാൻ നിറങ്ങൾ തല മാത്രം ഈ മറ്റേ ഒറ്റക്ക് പാടാൻ കൊടുത്തു. ഇപ്പൊ അതാ ഒറ്റയ്ക്ക് പാടി, ഡബ് പറ്റില്ല. മീര നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളെ കൂട്ടത്തിൽ ഓള് നല്ല പാടും. അത് താങ്കളാ, ഓള അതേ പാട്. നദിയേ നയിൽ നദിയേ നദിയേ നയിൽ നദിയേ ഉഷസിന്റെ മഞ്ചൽ കൊണ്ടുവാ ഉഷസിന്റെ മഞ്ചൽ കൊണ്ടുവാ കൊണ്ടുപോവാന്ന്. കൊള്ളാം. ഇത് ടെൻഷൻ ഉള്ളതുകൊണ്ടാ അല്ലെ? നന്നായിട്ട് അസുഖമുണ്ട്. എനിക്കിങ്ങനെ സഭാകമ്പം ഒന്ന് മാറാ വാക്കൊന്നും പോകട്ടെ. എനിക്കിങ്ങനെ സഭയില് കൂടിയിരിക്കുമ്പോ പറ്റില്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോ. ഇപ്പൊ ഇനി വരുന്ന യങ്സ്റ്റേഴ്സ് ഇല്ലേ, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് എന്താണെന്നറിയില്ല. അപ്പൊ നിങ്ങൾ അതിനൊരു ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഇനി വരുന്ന ഇപ്പൊ വുമൺസ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് എന്ത് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള, കാണുന്ന ഈ ഒരു പ്രായത്തിലുള്ളവർക്കും ഈ എനിക്ക് മെയിനായിട്ട് ഇപ്പൊ ഡാൻസ് പഠിക്കുന്ന മെയിനാക്കി എടുത്ത് അവർക്കിപ്പോ നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് PG എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാണ്ട് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും സ്പേസ് കണ്ടെത്താൻ നോക്കുക. നമുക്ക് ഡാൻസ് പറയണത് വേറൊരു എന്താ പറയാ
ഇപ്പോൾ ബാങ്കിൽ ജോലി അതുമാതിരി ഒന്നും അല്ല. നമുക്കൊരു സ്പേസ് നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. അത് നമുക്ക് രാവിലെ പോയി വൈകുന്നേരം വന്നാൽ കഴിഞ്ഞു. പക്ഷെ ഇത് പറയണത് നമ്മളെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണം, പിന്നെ അവർ കണ്ടെത്തുന്ന പാർട്ട്ണർ അവരെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത പാർട്ട്ണർ ആണെങ്കിൽ ഒഴിവാക്കി വിടുക. അല്ലാണ്ട് ഈ ഡാൻസിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ വെറുതെ വീട്ടിൽ അടുക്കള പണി എടുത്ത് കുട്ടികളെ നോക്കി ജീവിക്കേണ്ടി വരും. അതിനും ഭേദം നിങ്ങളായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളും, എന്താ ഡാൻസിൽ ഒരു 4 ആളെങ്കിൽ 4 ആൾ അറിയപ്പെടണം. ഇങ്ങനെ ഡാൻസർ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ടീം. ഇപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു എന്ന് പറയണം കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ. ഇപ്പൊ ഡാൻസ് മാത്രമല്ല, ഇപ്പൊ വരുന്ന യുവതലമുറകളിൽ ഇപ്പം വുമൻസ് ആണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവരായിട്ടുള്ള ഇൻഡിപെൻഡൻസി നേടിയെടുക്കുക എന്നുള്ള, നിങ്ങൾക്ക് അവരോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. കാരണം നിങ്ങളിപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിൽക്കുന്നില്ലേ. ഇപ്പൊ വീട്ടുകാരും ഒക്കെയാണ് എങ്കിലും ഇവിടെ വന്ന് വീട് കണ്ടെത്തി ഇവിടെ ഒരുമിച്ച് നിന്ന് മുമ്പോട്ട് പോവല്ലേ. ഇതിപ്പോ വെച്ചാൽ ഞങ്ങൾ ഈ വീട് കണ്ടെത്തിയതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ടാ. ഞങ്ങളെ വീട്ടുകാരെ പോലും ഞങ്ങൾ ശല്യപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വീട് കണ്ടെത്തണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളായിട്ട് തന്നെ തെരഞ്ഞു കണ്ടുപിടിച്ച വന്ന്. അപ്പൊ ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇപ്പൊ ഞങ്ങളിപ്പോ 22-23 വയസ്സാവണേ ഉള്ളൂ. അതിന് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് അറിയാം ഇനി എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യണം, ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ കുറച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക, എങ്ങനെ ജീവിക്കണം. ഇങ്ങനെ MA കഴിഞ്ഞ് വീട്ടിലിരുന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഇരുന്ന് പോകും. പഠിക്കുക. കാരണം ഈ പരമാവധി എത്രത്തോളം പഠിക്കാൻ പറ്റുമോ പഠിച്ച്, കല്യാണം കുട്ടികൾ അതൊന്നും അല്ല ജീവിതം. നമ്മൾ പരമാവധി നമ്മൾ പഠിച്ച് നമ്മളേതായിട്ടുള്ള രീതിയിൽ, കാരണം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നിൽക്കാൻ ഒരു വീട് വേണം. അപ്പൊ ആ വീട് ആദ്യം കണ്ടെത്തിയിട്ട് കല്യാണം കഴിക്കുക. കാരണം അടിപിടിയായി വന്നാലും നമുക്ക് അവിടെ നിൽക്കണ്ടേ. നമ്മളെ വീട്ടിലേക്ക് എന്തായാലും കയറ്റൂല. അവര് പറയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും, അവരെന്തായാലും അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമ്മൾ അത് ചെയ്യാണ്ട് നമ്മൾ ഇനിയിപ്പോ എന്റെ കല്യാണം നടക്കുമെന്നാണ് എന്തായാലും നിങ്ങൾ വരുന്ന ഇനിയുള്ള കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. നന്നായിട്ട് പോട്ടെ, ഈ ബോണ്ട് എന്ന് നിലനിൽക്കട്ടെ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ? നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. സന്തോഷം. താങ്ക് യു.